രാവിലെ തന്നെ അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞ് ഞാനും അമ്മച്ചും കൂടെ വച്ചിറങ്ങി നേരെ വേങ്കയിൽ അമ്പലത്തിൽ പോയി അകത്തേറി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒക്കെ തൊഴുത് പുറത്തൊക്കെ ഇറങ്ങി. അമ്പലത്തിന്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നല്ല അരിമുറുക്കി ഇരിക്കുന്നത്. ഇത് കഴിച്ചിട്ട് കുറേ നാളായി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ മാത്രമേ ഈ സാധനം കിട്ടുമെന്നുള്ളായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു അമ്മ അവിടെ വെച്ചുണ്ടെങ്കിൽ അങ്ങനെ അമ്മയിൽ നമ്മളത് അതും മേടിച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ കുറച്ച് അച്ചാറൊക്കെ ഇട്ടുകൊണ്ട് ചേച്ചി നിൽക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇഷ്ടമാതിരി അച്ചാറുണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ അമ്മയ്ക്ക് ഇടാറിനോട് ഞാൻ അവിടെ നിന്ന് വെളുത്തുള്ളി മേടിച്ച് പിന്നെ ഒരു മാങ്ങയുടെ എന്തോ സംഭവം പറഞ്ഞു. അതായത് നല്ലെണ്ണയിൽ എന്തോ ഇടിച്ച് ചതച്ച എന്തോ സംഭവമാണ്. അതുകൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് കഴിച്ചു നോക്കിയിട്ട് എൻ്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ. പിന്നെ നോക്കിയപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ അത് കുറച്ച് മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് നല്ല കാന്താരി മുളകും സംഭവമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഞാൻ പിന്നെ ചേച്ചി അതിന് എനിക്ക് ആ പഴുത്തൊരു മാങ്ങ ഇങ്ങനത്തെ കാരണം അച്ചരങ്ങാടി പഴുത്താണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇപ്പം പറയുമ്പോൾ തന്നെ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുളക് ചെറിയൊരു എരി ഉണ്ടായിരുന്നു. എന്തായാലും മാങ്ങ സെറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ അതിനുശേഷം ഞാൻ ഒരു ക്യാരറ്റും കൂടെ മേടിച്ചു. പക്ഷേ എനിക്ക് ക്യാരറ്റിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ കേട്ടോ. അപ്പം നമ്മുടെ പോകണമെങ്കിൽ അമ്പലത്തിൽ കയറുന്ന മുമ്പേ അല്ല അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ടൊക്കെ മേടിച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി മേടിക്കുന്ന പൈസ പോലും ആവൂല. 10 രൂപ എത്ര ഏതാണെന്ന് തോന്നി ഞാനും പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് വിചാരിച്ച് നമുക്ക് എന്നും അവിടെ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു അമ്മയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായ മേടിച്ച് ഒരു വടയും കൂടെ മേടിച്ചേട്ടാ. ഉഴുന്നുവട എനിക്ക് തോന്നുന്നത് എന്നും ഇവിടെ വാഴയ്ക്കപ്പോൾ ഉള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഉഴുന്നുവട. ഞാൻ ചോദിച്ചപ്പോൾ മക്കളെ ഇന്ന് ഇട്ടില്ലടാ ഇന്ന് വട ഇട്ടോളെന്ന് പറഞ്ഞു. അങ്ങനെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാട്ടാ. ഇനി ആൾക്കാർ പറയരുത് അമ്പലത്തിൽ പോയതാണോ അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി പോയതാണെന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാഴ്ചകളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനും മറ്റേനൊക്കെ പറ്റും. എങ്ങനെയോ അമ്മയുടെ ജ്ഞാന ദൃഷ്ടിയിലോ കണ്ണ് ദൃഷ്ടിയിലോ ഉണ്ട് ഇത് പെട്ട് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു മക്കളെ നമുക്ക് ഇത് മേടിക്കാൻ തന്നെ. ഇതെന്ത് ചട്ടിയായിരുന്നു ചട്ടിയല്ലേ അമ്മ അത്. അപ്പം ചട്ടി മേടിക്കാൻ തന്നെ. നമുക്ക് ഇതിൽ ചെറിയ പുളിശ്ശേരി എന്ന് വെച്ചാൽ 2 പേർക്ക് മാത്രം വയ്ക്കുന്ന പുളിശ്ശേരിയൊക്കെ മേടിച്ച് വെക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു. അത് മേടിച്ചു. അപ്പം പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ എന്നും അമ്മ കുപ്പികൾ മേടിക്കുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ കുറുവിന്ന് എന്തോ പുതിയൊരു കളറാണ് മേടിച്ചു കേട്ടോ. ഞാൻ ആകെ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ അമ്മച്ചിയുടെ ഒരു കീ ചെയിൻ മേടിച്ചു കേട്ടോ. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് വണ്ടി ഇല്ലെങ്കിൽ ഒരു കീ ചെയിൻ മേടിച്ച് വയ്ക്കണമെന്ന്.